സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. സ്വത്ത് കൈമാറ്റ രേഖകൾ കമ്പ്യൂട്ടർവൽക്കരിക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ആധാരം എഴുത്തുകാരുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ ഡോക്ടർ തോമസ് ഐസക് MLA ഉദ്ഘാടനം ചെയ്തു. ആധാരം എഴുത്ത് മേഖലയിൽ നിലവിലുള്ള സംവിധാനം ആധാരം എഴുത്തുകാരുടെ ആശങ്കകൾ ദൂരീകരിക്കാൻ അവരുമായി ചർച്ച നടത്തുവാൻ സർക്കാർ തയ്യാറാകണമെന്നും തോമസ് ഐസക് ആവശ്യപ്പെട്ടു. നമ്മുടെ സമ്പദ്ഘടനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം രജിസ്ട്രേഷൻ ഓഫീസിന്. കാരണം സ്വത്തുക്കൾക്ക്, പ്രത്യേകിച്ച് ഭൂസ്വത്തിന്റെ എല്ലാ ഇടപാടുകൾക്കും രജിസ്റ്റർ ഓഫീസിന്റെ ഒരു മധ്യസ്ഥൻ കൂടിയെത്തി. ഇപ്പോൾ സോദപ്രാസിംഗൻ പറഞ്ഞതുപോലെ നമ്മുടെ സ്വത്തുക്കളുടെ വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാന രേഖ ഈ രജിസ്ട്രേഷൻ ഓഫീസുമായി ബന്ധപ്പെട്ടിരിക്കും. അവിടെ വരുത്തുന്ന ഒരു സാങ്കേതിക മാറ്റം ആ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന പതിനായിരക്കണക്കിന് വരുന്ന ആധാരം എഴുത്തുകാരുടെ ഉപജീവന മാർഗത്തെ വളരെ പ്രതിപാദിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ ന്യായമായിട്ട് സംശയിക്കുക. കാരണം എന്തു തന്നെയായാലും നിങ്ങൾ നേരിടുന്ന ജീവിത പ്രതിസന്ധി അത് യാഥാർത്ഥ്യമാണ്. ആധാരം എഴുത്തുകാരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതും സ്വത്ത് കൈമാറ്റവൽക്കരണം ഭീഷണിയാണെന്ന് ചണേറ RK ജയൻ പറഞ്ഞു. ക്രമങ്ങൾ ഇവയ്ക്കെല്ലാം തന്നെ കമ്പ്യൂട്ടറൈസേഷൻ കൊണ്ടുവരുന്നതിന് ആധാരം എഴുത്തുകാർക്ക് വിയോജിപ്പില്ല. അതുപോലെ എഴുതപ്പെട്ട ആധാരങ്ങളെ സ്കാൻ ചെയ്ത് CD-യിലാക്കി അല്ലെങ്കിൽ സെർവറിൽ സൂക്ഷിച്ചുകൊണ്ട് വീണ്ടും അതിന്റെ കോപ്പി എടുക്കുന്നതിനും ആധാരം എഴുത്ത് സമൂഹം എതിരല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ തൊഴിൽ നഷ്ടപ്പെടുത്തുന്നതും അതോടൊപ്പം എല്ലാ വസ്തുക്കളുടെ രേഖകൾക്കും സംരക്ഷണമൊന്നുമില്ലാതെ ഒരു ഇടിമിന്നൽ കൊണ്ടോ അതല്ല എങ്കിൽ ഏതെങ്കിലും സാങ്കേതിക തകരാറ് കൊണ്ടോ ഒരു ആധാരത്തിന് എന്തെങ്കിലും ദോഷം സംഭവിക്കുകയാണെങ്കിൽ ഏതൊക്കെ പൗരന്മാരുടെ ഏതൊക്കെ വസ്തുക്കൾക്ക് എങ്ങനെയൊക്കെ നഷ്ടം സംഭവിക്കുക എന്നുള്ളത് ഇവിടുത്തെ സർക്കാർ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ സാങ്കേതിക വിദഗ്ധർ CITU ശ്രീകുമാർ, തിരുവല്ലം മധു, പോത്തൻകോട് ഹരിദാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.